നമസ്കാരം. സത്സംഗ് യോഗയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണ വൈറസ് ഡിസീസ് COVID-19 എന്ന പകർച്ചവ്യാധി ലോകത്തെ മുഴുവൻ കെട്ടിമുറുക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. വളരെ ശ്രദ്ധിക്കുക. രോഗത്തെ തടയുക എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു വഴി. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, 3 വിഭാഗത്തിലുള്ള ജനങ്ങളെയാണ് വളരെയധികം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്. ഒന്നാമത്തത് ചെറിയ കുട്ടികൾ. രണ്ടാമത്തെ വിഭാഗം 55 വയസ്സ് 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആൾക്കാർ. അതേപോലെ രോഗികൾ, സ്ഥിരമായി രോഗത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ആൾക്കാർ. ഇവരിലുള്ള പ്രശ്നം, അതായത് കുട്ടികളിൽ വരുന്ന പ്രശ്നം, ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വരുന്ന കുഴപ്പം, അവരെ ബോഡി ഫിറ്റായി വരുന്ന സമയമാണ്. അവരെ രോഗപ്രതിരോധ ശേഷി അവരിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ അവരിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി അവരിലേക്ക് വന്നിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം പ്രായമായിട്ടുള്ള ഒരു 55 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതചക്രത്തിൽ, ജീവിത കാലയളവിലെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ രോഗപ്രതിരോധ ശക്തി ഏകദേശം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവരിലും ഇതേപോലുള്ള പകർച്ചവ്യാധികൾ കയറി കൂടുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ശക്തി ഉണ്ടായെന്ന് വരില്ല. അതേപോലെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതാണ് രോഗികൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ, പ്രമേഹ രോഗികൾ, അതേപോലെ തന്നെ ആസ്മ, നമ്മുടെ ശ്വാസകോശത്തെ വീക്കായിക്കൊണ്ടിരിക്കുന്ന ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അവരിലേക്ക് ഈ വൈറസ് കയറി കൂടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിക്കവറായി വരികയില്ല. വളരെ അപകടകരമാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി യോഗയിലൂടെ കൂട്ടിയെടുക്കാം, ശരീരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരുത്താതെ ഈ വൈറസിനെ എങ്ങനെ ചെറുത്തു നിൽക്കാം എന്നതിനെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിന് നമ്മൾ യോഗയിൽ 3 പ്രാണായാമങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 1 ഭസ്ത്രിക, 2 അനുലോം വിലോം പ്രാണായാമ, 3ാമത്തത് ഉജ്ജയി പ്രാണായാമ. അതിൽ ഭസ്ത്രികയും അനുലോം വിലോം പ്രാണായാമം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ 3 പ്രാണായാമങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെ നീക്കുകയും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ഗുണം ചെയ്യുന്ന ഈ ശ്വസന രീതി നിങ്ങൾ നിരന്തരം സ്ഥിരമായി നിങ്ങൾ പരിശീലിക്കണം. ഭസ്ത്രിക കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുന്ന ഒരു ശ്വസന രീതിയാണ് ഭസ്ത്രിക പ്രാണായാമം. പ്രാണായാമത്തിലെ ഏറ്റവും കൂടുതൽ എനർജൈസിങ് ആയിട്ടുള്ളൊരു ശ്വസന രീതിയും കൂടിയാണ് ഭസ്ത്രിക പ്രാണായാമം. നമ്മളുടെ ഹൃദയ മസിലുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതേപോലെ ശ്വാസകോശത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. കൂടുതൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് സുഖപ്പെടുത്തുന്നു. അതുപോലെ ആസ്മാരോഗികൾ, അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നൊരു പ്രാണായാമമാണ് ഭസ്ത്രിക. അതേപോലെ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് നട്ടൽ നിവർന്ന് നമ്മൾ കൈകൾ ജ്ഞാനമുദ്രയിൽ, ഈ രീതിയിലാണ് ജ്ഞാനമുദ്ര വരിക. നമ്മളൊരു ചൂണ്ടലിൽ തള്ളവിരൽ നമ്മൾ മടക്കി ബാക്കി വിരലുകൾ നിവർത്തി ഈ രീതിയിൽ നമ്മൾ കണ്ണുകളടച്ച് ഇരിക്കുക. ശ്വാസം സാധാരണ ശ്വാസം എടുത്തിരിക്കുക. അതിനുശേഷം നമ്മൾ ഇൻഹേൽ, ശ്വാസം എടുക്കുക. അതായത് ഫോഴ്സ്ഫുൾ, നമ്മൾ ശക്തിയായിട്ട് നമ്മൾ ശ്വാസം എടുക്കുകയും അതേപോലെ തന്നെ ശ്വാസം എക്സേൽ ചെയ്യുന്നതും രീതിയാണ് ഭസ്ത്രിക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ചെസ്റ്റ്, ശ്വാസകോശത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ ശ്വാസം നന്നായിട്ട് നിറയണം. ഒരിക്കലും ഹോൾഡ് ചെയ്യരുത്. അതേപോലെ തന്നെ നമ്മൾ എക്സേൽ ചെയ്യണം.
ഇതാണ് നമ്മൾ ഭസ്ത്രിക പ്രാണായാമം ചെയ്യുന്ന രീതി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം, നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഒരിക്കലും ബ്രേക്ക് ആവരുത്. ശക്തിയായി ശക്തിയായി നമ്മൾ ശ്വാസം എടുക്കുകയും ഹോൾഡ് ചെയ്യാതെ അതേപോലെ തന്നെ എക്സൈൽ ചെയ്യണം. ഇത് നമ്മളൊരു 40 തവണ നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ വിശ്രമിക്കുക. 40 തവണയാണ് നമ്മൾ ഒരു തവണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ വിശ്രമിക്കുക. പ്രാണായാമത്തിലെ അടുത്തത് അനുലോം വിലോം പ്രാണായാമ അഥവാ നാഡീശോധൻ പ്രാണായാമ. നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു പ്രാണായാമം കൂടിയാണ് അനുലോം വിലോം പ്രാണായാമം. നമ്മുടെ പ്രാണിക് എനർജി ചാനൽസിനെ, അതിലെ എല്ലാ ബ്ലോക്കുകളെയും നീക്കുന്നു. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നു. അതേപോലെ തന്നെ ശ്വാസകോശത്തെ, ലങ്സിനെ വളരെയധികം ശക്തിപ്പെടുത്തുന്നു. ഹൃദയ മസിലുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ശ്വസന രീതിയാണ് അനുലോം വിലോം പ്രാണായാമ. അതേപോലെ തന്നെ ആസ്മ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, ഹെഡേക്ക്, മൈഗ്രെയിൻ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, സ്ട്രെസ്സ്, ഡിപ്രഷൻ തുടങ്ങിയ എല്ലാ രോഗങ്ങളെയും പൂർണ്ണമായി നീക്കാൻ കഴിയുന്ന ഒരു ശ്വസന രീതിയാണ് അനുലോം വിലോം പ്രാണായാമം. അനുലോം വിലോം പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ കണ്ണുകളടച്ച് നട്ടെല്ല് ശരിക്കും നിവർന്ന് നമ്മൾ സ്വസ്ഥമായിരിക്കുക. അതിനുശേഷം നമ്മൾ വലത് കൈയുടെ തള്ളവിരൽ ഉപയോഗിച്ച് നമ്മൾ വലത്തെ മൂക്ക് അടച്ചു പിടിക്കുക. അടച്ചു പിടിച്ചതിന് ശേഷം ഇടത് മൂക്കിൽ കൂടെ പൂർണ്ണമായി ശ്വാസം ഇൻഹേൽ ചെയ്യുക. പൂർണ്ണമായി ഇൻഹേൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെറുവിരൽ മോതിരവിരൽ ഉപയോഗിച്ചിട്ട് ഇടത് മൂക്ക് അടച്ചു പിടിക്കുകയും വലത് മൂക്കിൽ കൂടെ പൂർണ്ണമായി എക്സേൽ ചെയ്യുകയും ചെയ്യുക. അതേപോലെ കണ്ടിന്യൂസ് ആയി നമ്മൾ വീണ്ടും നമ്മൾ വലത് മൂക്കിൽ കൂടെ ശ്വാസം വലിക്കുക. വലത് മൂക്ക് അടയ്ക്കുക, ഇടത് മൂക്കിൽ കൂടെ എക്സേൽ ചെയ്യുക. കണ്ടിന്യൂസ് ആയി ഇത് നമ്മളൊരു തുടക്കത്തിൽ ഒരു 10 തവണ കണ്ടിന്യൂസ് ആയി ചെയ്യാം. അതിനുശേഷം ക്രമേണ കൂട്ടി വരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ, ഇത് ചെയ്യുമ്പോൾ നമ്മൾ ലങ്സ് നിറഞ്ഞിരിക്കണം. ശ്വാസം നമ്മൾ പൂർണ്ണമായിട്ടും ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ ചെയ്ത് ലങ്സ് പൂർണ്ണമായി നിറഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും ഹോൾഡ് ചെയ്യരുത്. ബ്രീത്ത് ഒരിക്കലും ഹോൾഡ് ചെയ്യരുത്. ഇപ്പോൾ തന്നെ നമ്മൾ എക്സേൽ ചെയ്യുക. ഇതാണ് നമ്മൾ അനുലോം വിലോം പ്രാണായാമം. ഇത് നമ്മൾ മുടങ്ങാതെ എല്ലാ ദിവസവും നമ്മൾ 10 മുതൽ 20 തവണ വരെ നമുക്ക് ചെയ്യേണ്ടതാണ്. ഉജ്ജയി പ്രാണായാമം ചെയ്യുന്ന രീതി, നമ്മൾ കണ്ണുകളടച്ച് നട്ടെല്ലിന് മുന്നിൽ സ്വസ്ഥമായിട്ടിരിക്കുക. നമ്മൾ രണ്ട് മൂക്കിൽ കൂടെയും നമ്മൾ ശ്വാസം നല്ല രീതിയിൽ പൂർണ്ണമായി നമ്മൾ ഇൻഹേൽ ചെയ്യുക. അപ്പോൾ ഇൻഹേൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പൂർണ്ണമായി ചെയ്യുക. നമ്മുടെ തൊണ്ടയിൽ കൂടെ ടൈറ്റായി ശരിക്കും നമ്മൾ ഇൻഹേൽ ചെയ്ത് നമ്മുടെ ലങ്സ് ശരിക്കും എക്സ്പാൻഡ് ആവണം, ശരിക്കും വികസിച്ച് വരണം. ആ രീതിയിൽ നമ്മൾ ശരിക്കും സാവധാനം ഇൻഹേൽ ചെയ്യുക. അതിനുശേഷം ഹോൾഡ് ചെയ്യാതെ നമ്മൾ സാവധാനം എക്സേൽ ചെയ്യുക. ഇതാണ് നമ്മൾ ഉജ്ജയി പ്രാണായാമം ചെയ്യുന്ന രീതി.
ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സ്പീഡായി നമ്മൾ ഫോഴ്സായിട്ട് അല്ലെങ്കിൽ സ്പീഡായിട്ട് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ വളരെ സാവധാനത്തിൽ വേണം നമ്മൾ ബ്രീത്ത് ചെയ്യാൻ. ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലങ്സ് ശരിക്കും എക്സ്പാൻഡ് ആവുന്ന രീതിയിൽ ശ്വാസം ശരിക്കും നിറയുക. ഓക്കെ, ഈ 3 പ്രാണായാമങ്ങൾ ഭസ്ത്രിക, അനുലോം വിലോം പ്രാണായാമ, അതേപോലെ ഉജ്ജയ്, ഇത് 3ഉം നമ്മൾ എല്ലാ ദിവസവും മുടങ്ങാതെ സ്ഥിരമായി ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ വളരെയധികമാണ്. യോഗയിൽ പറയുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ ക്ലേശങ്ങൾ, നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ പ്രധാന കാരണം അവിദ്യ ആണ്. ഏറ്റവും ഒന്നാമത്തെ അവിദ്യ എന്ന് വെച്ചാൽ നമുക്ക് അറിവില്ലായ്മ. പക്ഷേ നമുക്കറിയാം, നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് അറിവില്ലായ്മയില്ല. നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ അനുസരിക്കാൻ തയ്യാറില്ല. അത് നമ്മളൊന്നും കേൾക്കുന്നില്ല, അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് അനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലേശങ്ങളിലേക്ക്, നമ്മൾ ഈ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന അറിവുകൾ, അത് ചെറുതായാലും വലുതായാലും, അത് ശ്രദ്ധിക്കാനും അത് അനുസരിക്കാനും നമ്മൾ ശീലിക്കുക. കൊറോണ എന്ന ഈ വലിയ മഹാമാരിയെ നമുക്ക് വളരെ എളുപ്പത്തിൽ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.